إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اجعلني من الصالحين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഗഫാറായ വദൂദായ സമീആയ ബസീറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബ സമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോവാൻ നാം ഏവരെയും അനുഗ്രഹിക്കണേ റഹ്മാനായ അല്ലാഹ്. ആമീൻ. നമ്മുടെ പെമ്മക്കള് അവര് കുടുംബത്തിന്റെ വിളക്കാണ്, വെളിച്ചമാണ്, ഒരു ഐശ്വര്യമാണ്. അവരുടെ കളിയും ചിരിയും ആ കൊഞ്ചലും വികൃതിയും ഒക്കെയും എല്ലാം അതിനൊരു പ്രത്യേകമായൊരു അഴകുണ്ട്, വല്ലാത്തൊരു വെണ്മ തെളിച്ച മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ കോർത്തിണക്കുന്ന അനുഭവ സത്യങ്ങൾ നമ്മൾ പലപ്പോഴും നുകർന്നവരാണ്. ഇസ്ലാമിന്റെ വിളിനാദം പെൺമക്കൾ നിങ്ങളുടെ സ്വർഗമാണ്. ഇസ്ലാം പറയുന്നു പെൺമക്കള് നമ്മുടെ സ്വർഗമാണ്. അതുകൊണ്ട് പിതാക്കളെ, ഞാൻ ഉൾപ്പെടെയുള്ള പിതാക്കൾ, ആ പെൺമക്കൾ നിങ്ങളുടെ സ്വർഗമാണ്. നിങ്ങൾക്ക് സ്വർഗം നേടാൻ ആ നരകത്തിൽ നിന്നൊരു മറയായി ആ പെൺമക്കൾ ഉണ്ടാവും നാളെ. ആ അങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. കുന്നലഹു ഫിത്ര മിനന്നാർ, നിങ്ങളുടെ പെൺമക്കൾ അവർ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പോ പെൺമക്കൾ നമ്മുടെ വീടിന്റെ സൗന്ദര്യമാണ്, സൗരഭ്യമാണ്. ആ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ പറിച്ചെടുക്കാൻ പല ആളുകളും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം വളരെ വേണ്ടപ്പെട്ടതാണ്. പക്ഷെ പിതാക്കളായി നമ്മൾ ജാഗ്രത, മാതാക്കളും ജാഗ്രത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ആർക്കെങ്കിലും പെൺമക്കളെ നൽകിയാൽ അവർ ആ പെൺമക്കളെ വളർത്തി വലുതാക്കി പരിപാലിച്ച് പിന്നെ അവർക്ക് നല്ല ഒരു ആണിനെ കണ്ടുപിടിച്ച, യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു ആൺതരിയെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണെന്നാണ്. സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു ബന്ധമുണ്ട്, വല്ലാത്തൊരു ബന്ധം. നമ്മൾ പിതാക്കൾ ശരിക്കും ആ ചരിത്രം കേട്ടവരാണെങ്കിലും ഈ കാതുകളിലും ഹൃദയങ്ങളിലും പലപ്പോഴും അള്ളിപ്പിടിച്ചതാണെങ്കിലും
നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ ദിവസങ്ങളും ആഴ്ന്നിറങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൊന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ബന്ധം വല്ലാത്ത ബന്ധമാണ്. ആ വാപ്പായും മകളും തമ്മിൽ. അതല്ലേ 9 ഭാര്യമാർ ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യം പറഞ്ഞ ആരോടാ? മോളോടാണ്. ആ മോളെ ചേർത്ത് വെക്കാൻ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോ നാമും നമ്മുടെ പെമ്മക്കളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. ആ വാപ്പ മോളെ ചേർത്ത് വെച്ചിട്ട് പറയാം, മോളെ ഞാനിനി അധിക കാലം ആയുസ്സില്ലാട്ടോ. ഇത് നമ്മൾ നമ്മുടെ പെമ്മക്കളോട് പറയുന്ന രംഗം ആലോചിച്ച് നോക്കി. വല്ലാത്തൊരു രംഗമല്ലേ? ആ പിതാവ്, ആ പച്ചയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോളെ ചേർത്ത് വെച്ച് പറയാൻ, മോളെ അധിക കാലം ഈ ഉപ്പാക്ക് ആയുസ്സില്ല, ഏത് നിമിഷവും ഈ ലോകത്തിന് വിട പറയും മോളെ. ആ മോള് കരയാൻ. നമ്മുടെ മക്കളും അങ്ങനെ തന്നെയല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, രണ്ടാമത് വഹി കൊടുക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ മോളെ ചേർത്ത് വെച്ചിട്ട് രണ്ടാമത്തെ രഹസ്യം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാലും ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വരുന്നത് മോളെ നീയാണ്. ആ മോളുടെ സന്തോഷം അങ്ങനെ പറയാനും അങ്ങനെ നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്തിയതുമാണോ നമ്മുടെ കുടുംബം? ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്തൊരു ബന്ധമാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ തള്ളയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ മകള് വീട്ടിലേക്ക് വരുമ്പോ അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ കാണുമ്പോ അങ്ങോട്ട് ചെല്ലും. ആ വാപ്പ അങ്ങോട്ട് ചെന്നിട്ട് ആ പ്രിയപ്പെട്ട മകളെ ചേർത്ത് വെക്കും. ഈ അധരങ്ങൾ കൊണ്ട് സ്പർശിക്കും, ഇരുക്കവിളിലും ആ നെറ്റിത്തടത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കും. അത്ര സ്നേഹ. കാരണം എന്താ? എന്റെ പെമ്മക്കൾ സ്വർഗമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കളെ ഓർത്ത് വലിയ തോതിൽ മാനസിക സംഘർഷം ഇന്ന് രക്ഷിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും. പല വീടുകളിൽ പോലും വിവാഹത്തിന്റെ പേര് പറഞ്ഞ് മാതാപിതാക്കളും പെൺമക്കളും വലിയ വാഗ്വാദങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ അവസാനം ഈ 2 കൂട്ടരും, ഈ മാതാപിതാക്കളും പെൺകുട്ടികളും വലിയ മാനസിക സംഘർഷത്തിൽ നിന്ന് അടിമയാകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺമക്കൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അതിന്റെ കാരണങ്ങളെ പറ്റി വിലയിരുത്തുമ്പോൾ മാത്രമേ ആ പരിഹാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ആദ്യം ജോലി മതി, കരിയറാണ് എന്റെ ജീവിതം, എനിക്ക് ജോലി മതി, എന്നിട്ട് വിവാഹം കഴിക്കാം. അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരുപാട് നമ്മുടെ പെൺമക്കള്. ജീവിതമല്ല പ്രധാനം, ആ ജീവിതം സുഖകരമാക്കാനുള്ള പല വഴികളിൽ ഒരു വഴി മാത്രമാണ് നിന്റെ കരിയർ, ജോലി. എന്നാ മക്കൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി പാശ്ചാത്യ ഫെമിനിസ്റ്റ് ആശയങ്ങൾ എന്ന ആ പെൺകുട്ടികൾക്കിടയിൽ, നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വൻതോതിൽ വേര് പിടിച്ചിട്ടുണ്ട്. എത്ര നഗ്നമായ സത്യമാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. വിവാഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ പറയാൻ, വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന കാര്യമാണ് എന്ന തീവ്ര ചിന്താഗതി നമ്മുടെ പെൺമക്കളുടെ ഹൃദയത്തിന്റെ അടിത്തൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പുരുഷാധിപത്യമായ വിവാഹത്തെ അവർ കാണുന്നു. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ചർച്ചകളും കുറിപ്പുകളും അനുഭവങ്ങളും റീൽസുകളും ആ ഷോർട്സുകളും സിനിമകളും സെലിബ്രിറ്റികളും ഒക്കെയും എല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് തുറന്നു കാണിക്കുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി പരസ്യമായി പറഞ്ഞില്ലേ, പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ, എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് വിവാഹം വേണ്ട. എന്താണ് പറയുന്നത്? ഞാൻ കലാലയത്തിലേക്ക് പോകുമ്പോ എന്റെ ഉമ്മ അടുക്കളയില് പാത്രം കൈക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്. തിരിച്ച് കലാലയം വിട്ടോ എന്റെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും എന്റെ ഉമ്മ അടുക്കളയിലാണ്. മാത്രമല്ല എന്റെ ഉപ്പയും ഉമ്മയും ഓരോ കാര്യവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളിലാണ്. ഒരു സമാധാനമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ആ പെണ്ണിന്റെ വാക്കാണ്, ഒരു മുസ്ലിം പെണ്ണിന്റെ വാക്കാ. ഞാൻ പിന്നെ കല്യാണം കഴിച്ചൊരു കുട്ടിയായി, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, അവിടെ പോയി ക്യൂ നിൽക്കണം, എനിക്കും പറ്റില്ല ടെൻഷൻ അടിക്കാൻ. ഞാനും ഈ കല്യാണത്തിലേക്ക് കടന്നു വന്നാൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്കല്ലേ ഞാനും പോകുന്നത്.
ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഉമ്മയാണ്, ഉപ്പയെയാണ്. എന്റെ ഉമ്മ അനുഭവിക്കുന്ന അനുഭവങ്ങള് ഞാൻ എന്റെ നഗ്നമായ ദൃഷ്ടി കൊണ്ട് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കല്യാണം വേണ്ട. എത്ര പെമ്മക്കളാണെന്നറിയോ? എത്ര പെമ്മക്കള്? അങ്ങനെയുള്ളൊരു മഹാദുരന്തം ഞാൻ എന്തിന് ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന പുതിയ പെൺകുട്ടികൾ എത്രയോ മക്കളുണ്ട്. അതിന് കുട്ടികളല്ല കുറ്റം പറയേണ്ടത്, ഇത്തരം സാഹചര്യം ഒരുക്കുന്ന മാതാപിതാക്കളെയാണ്. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ എന്താ? അതൊരു രംഗമാണ്. രണ്ടാമത്തെ രംഗം എന്താ? ഇപ്പൊ ഏതോ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നു, ഏതോ ഒരു ഡ്രാമ. ആ ഡ്രാമയിൽ ഏതോ ലെസ്ബിയൻ കപ്പിൾസ് എന്നിട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ ഫോളോ ചെയ്യാൻ. എന്ത്? ഞങ്ങൾക്ക് അത് മതി. നമ്മുടെ പെൺകുട്ടികൾ പറഞ്ഞു തുടങ്ങി. കിയാമത്തിന്റെ ലക്ഷണമാണത്. സ്വവർഗരതി വ്യാപിക്കുക. ഇന്ന് ഗേയും ലെസ്ബിയനുമല്ലേ, ഞങ്ങൾക്ക് വിവാഹം വേണ്ട. ലെസ്ബിയൻ കപ്പിൾസ് എത്രയോ ഉണ്ട് മുസ്ലിം വീടുകളിൽ പോലും. ഓസിൽ നിന്ന് പഠിച്ച പെൺകുട്ടികള് വന്ന് പറയാൻ, എനിക്ക് എന്റെ കൂട്ടുകാരി മതി. പലരും രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. ഏതായാലും വിവാഹം അല്ലാതെ മറ്റൊരു വലിയൊരു ഗൗരവമുള്ള വിഷയമുണ്ട്. ഇവരെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ സോഷ്യൽ മീഡിയയില് നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? വിവാഹമില്ലാതെ എല്ലാം നടക്കും. അവര് പറയാ, എനിക്ക് ഇഷ്ടമുള്ള ആൺ സുഹൃത്തിന്റെ ഒപ്പം ജീവിക്കും. അതിന് ലിവൻ ടുഗദർ എന്ന ഓമന പേരും. മനസ്സിലാക്കണം. എന്റെ ബെസ്റ്റിയാണത്. എന്റെ ആൺ സുഹൃത്താണ്, എന്റെ പെൺ സുഹൃത്താണ്. എത്രയെല്ലാം മനസ്സിലാക്കണം. ഫ്രണ്ട്ഷിപ്പ്, സീസൺഷിപ്പ്, സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ഹുക്കപ്പ്, പല പല ന്യൂജൻ പേരുകളാണ്. എന്താണിത്? പ്ലസ് ടുവിന് മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള വിഷയ. പ്ലസ് ടുവിന്റെ ഒപ്പം പഠിച്ച ഒരു ആൺ സുഹൃത്ത്, ആ പ്ലസ് ടു കഴിയുമ്പോൾ അത് തീർന്നു, ആ ബന്ധം തീർന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ അപ്പൊ വേറൊരു ആൺ സുഹൃത്ത്, അതിനുശേഷമോ ആ ബന്ധം തീർന്നു. പിന്നെയോ PGക്ക് പഠിക്കുമ്പോ, പിന്നെ റിസർച്ചിന് വേണ്ടി പോകുമ്പോ വേറെ ഒരു ബന്ധം. ഇങ്ങനെ സിറ്റുവേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോ അവിടെയും ഒരു സുഹൃത്ത്, ആൺ സുഹൃത്ത്. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ നഗ്നമായ നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾക്ക് വിവാഹം വേണ്ട. ഇതൊരു രംഗാണ്ടോ. പിന്നെ ബാച്ച് സംഗമങ്ങൾ, റിസോർട്ടിൽ പോയി തങ്ങും, അവിടെയുമുണ്ട് ബന്ധങ്ങൾ. നമ്മളൊക്കെ ഇതൊക്കെ പച്ചയായ വ്യഭിചാരമല്ലേ? നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെയും വിനോദയാത്രക്കും മറ്റു പലരും വിടാറുണ്ട്. നമ്മളൊന്നും ഓർക്കാറില്ല. ഓ, അധ്യാപകരുണ്ടല്ലോ, അധ്യാപികമാരുണ്ടല്ലോ, അവരുടെ കാര്യം സംരക്ഷണം ഉണ്ടാകുമെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. കാലം പോയി പ്രിയപ്പെട്ട പിതാക്കളെ, മാതാക്കളെ. ഈ പച്ചയായ വ്യഭിചാരം ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ പണി എടുത്തിട്ട് നമ്മുടെ പെമ്മക്കള് പറയാ ഇനി വിവാഹം വേണ്ട. ഇതല്ലേ ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി പറയാ വാപ്പാനോട്, വാപ്പ ഒരു മോളുള്ളൂ, ഒറ്റ മോള്. ആ വാപ്പ പറയാ, മോളെ എന്ത് വിവാഹം കഴിക്കാം? 25, 26, 27 വയസ്സൊക്കെയായി, എന്താ വിവാഹം കഴിക്കാത്ത? ആ മോള് പറയും, എനിക്ക് വേണ്ട വാപ്പ വിവാഹം. എന്താണ് നിന്റെ വിഷയം? കാരണം ആ മകള് PGക്ക് അതർ സ്റ്റേറ്റിലാണ് പഠിച്ചത്. അപ്പൊ ആ പെൺകുട്ടി അവസാനം പറയാ, കാരണം വാപ്പ ആ മോളുടെ കാല് പിടിക്കുന്ന അവസ്ഥയായി. എന്റെ വീട്ടിലെ കുടുംബത്തിലെ ഓരോ അംഗവും ചോദിക്കണം, ഒരു മോളല്ലട നിനക്കുള്ളൂ, എന്നിട്ട് എന്ത് വിവാഹം കഴിക്കട്ടെ? പല ആലോചനകളും വരുന്നുണ്ട്. അവസാനം ആ മകള് പറയാ, വാപ്പ ഞാൻ ഗവേഷണ വിദ്യാർത്ഥിനിയായിട്ട് ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചപ്പോ ഒരു ആൺ സുഹൃത്ത് എനിക്ക് കൂട്ടുണ്ടായിരുന്നു. എന്റെ പല രഹസ്യഭാഗങ്ങളും അവൻ സ്പർശിച്ചു വാപ്പ. ഞാൻ ഇനി എങ്ങനെ വിവാഹം കഴിക്കും? എന്റെ കുറ്റബോധമാണ്. ഇങ്ങനെയുള്ള മക്കളുണ്ട്. മനസ്സിലാക്കണം കേട്ടോ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പണ്ഡിതന്മാർ പറയുകയാണ്, നിങ്ങൾ വിവാഹത്തിന് മുമ്പുള്ള ഒരു കാര്യം ചർച്ച ചെയ്യരുത്. നമ്മുടെ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പൊ ഭർത്താവ് ഉണ്ടാവും. അവൻ വന്ന് ചോദിക്കും, നിനക്ക് ആരൊക്കെ ഉണ്ടായി ബെസ്റ്റ്? നിനക്ക് ആരൊക്കെ ഉണ്ടായി ആൺ സുഹൃത്ത്? പാവം പെണ്ണാണ്, പെൺമക്കൾ പാവ, നിഷ്കളങ്കതയാണ്. അവര് പറയും, എനിക്ക് ഇന്നെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായി, ഇന്ന കോളേജിൽ ഇന്ന ആളുണ്ടായി. അപ്പൊ അവന് ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ടും അവന്റെ വാട്സപ്പ് എടുക്കും, ഫേസ്ബുക്ക് എടുക്കും, ഇൻസ്റ്റാഗ്രാം എടുക്കും. നോക്കുമ്പോ പല ആളുകളുമായിട്ട് ഇവന്റെ ഒപ്പം നിൽക്കുന്ന ഇണ ആർത്ത് ഉല്ലസിച്ച് നടക്കുന്ന കാഴ്ചകൾ. പിന്നെ ഇവനെന്ത് ചെയ്യും? ഇവന്റെ കിടപ്പറയിൽ നിന്ന്
കിടപ്പറയിൽ നിന്ന് സ്വന്തം ഇണയെ അകറ്റും. വേറെ ഒരുത്തൻ സ്പർശിച്ച പെണ്ണിനെ എന്റെ മനസ്സനുവദിക്കുന്നില്ല. എത്ര കുടുംബങ്ങളാണെന്നറിയോ കല്യാണം കഴിച്ച് 4-5 മാസം മാത്രം. മുസ്ലിം വീടുകളുടെ കാര്യം പറയണത്. മുസ്ലിം വീടുകൾക്ക് ഈ പാശ്ചാത്യരുടെ, പുരോഗമനവാദികളുടെ, ഫെമിനിസ്റ്റുകളുടെ, ലിബറലുകളുടെ ചതിക്കുടികൾ നമ്മുടെ പെൺകുട്ടികൾ വീണിരിക്കുകയാണ്. അതല്ലേ ഹോട്ടൽ മുറിയിൽ 16 കാര്യം വലിച്ച നിലയിൽ ആരാ ഉത്തരവാദി? ആൺ സുഹൃത്ത് പിടിയിൽ. ഈ അടുത്ത ഫാത്തിമ എന്ന് പറയുന്ന മോൾ 19 വയസ്സുള്ളൂ. കോടിക്കണക്കിന് രൂപയുള്ള ലഹരി വസ്തുക്കളുമായ പിടിയിൽ. ഒപ്പം ആരാ? ആൺ സുഹൃത്ത്. ഒന്ന് ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അങ്ങനെയാണ് വളർത്തുന്നത്? ഞാനാകുന്ന പിതാക്കളും ഈ ഇരിക്കുന്ന പിതാക്കളും ആലോചിക്കാം. പ്രീ പ്രൈമറി ക്ലാസ്സുകൾ മുതൽ നമ്മുടെ പെൺമകൾക്ക് ചുണ്ടിൽ പേട്ടാൻ ചായ മേടിച്ചു കൊടുക്കുന്ന പിതാക്കളും മാതാക്കളും ഇല്ലേ? മക്കളെ ഇട്ട് നടക്കും. ചുണ്ടിലോ ചായം വെച്ച് നടക്കുന്ന പെൺമക്കള്. LP-യും UP-യും ഹൈസ്കൂളുകളും കലാലയങ്ങൾക്ക് പോകുന്ന പെൺകുട്ടികളിൽ നോക്ക്. നമ്മുടെ വീടുകളിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ, ശാപം കിട്ടും അല്ലാഹുവിന്റെ. മാത്രമല്ല നമ്മുടെ പെൺമക്കളുടെ വേഷം ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് എന്റെ ഭാര്യയുടെ വേഷം, എന്റെ മക്കളുടെ വേഷം, നമ്മുടെ പെൺമക്കളുടെ വേഷം എങ്ങനെ? ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് ഖുതുബ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിട്ട് പോകുമ്പോ നിങ്ങളുടെ നെഞ്ചകം തുറക്കണം, ഹൃദയം വിശാലമാക്കണം. അല്ലാഹു എന്റെ മോള് അല്ലേ ഇവിടെയെല്ലാം വളരെ മോശമായ രീതിയിൽ മുറിച്ചു വെച്ച ചുരിദാറും ഇക്കിട്ട് നടക്കുന്നത്. ഒരു കാറ്റ് വന്ന ആലോചിച്ച് നോക്കി. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മളൊക്കെ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. പല പുരുഷന്മാരും കഴുകന്റെ കാമ കണ്ണുകൾക്ക് വലിച്ചു കീറാനുള്ളതല്ല നമ്മുടെ പെൺമക്കള്. ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ടോ ഒരു ആൺ സുഹൃത്ത് തന്നെ പച്ചയായിട്ട് പറഞ്ഞില്ലേ, എന്റെ വിനോദം, എന്റെ ഹോബി, ഞാൻ എന്നിട്ട് എന്റെ ഒപ്പം പഠിച്ച, എന്റെ ഒപ്പമുള്ള എന്റെ പെൺ സുഹൃത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ഫോക്കസ് ചെയ്യും, സൂം ചെയ്യും. സൂം ചെയ്ത് അവൾ അഴക് ഞാൻ ആസ്വദിക്കും. പാവം നമ്മുടെ മക്കൾ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ സദസ്സിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എല്ലാവരും ശ്രദ്ധിക്കുക. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവരുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറയണം. അധ്യായം 33 മറക്കരുത് കേട്ടോ. അധ്യായം 33 അഹ്സാബ് 59-ാമത്തെ വചനം. നബിയെ കുല്ലി അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പറയേണ്ട കാര്യമാണ്. അങ്ങയുടെ പെൺമക്കളുമുണ്ടല്ലോ ഈ സദസ്സില്. വനിസാഇൽ മുഅ്മിനീൻ, ഈ കൂട്ടത്തിലിരിക്കുന്ന മുഅ്മിനാത്തുകളോട്, വിശ്വാസിനികളോട്, എല്ലാവരോടും പറയണം. എന്തു പറയണം? അല്ലാഹു പഠിപ്പിക്കുക നമ്മോട്. അല്ലാഹു പഠിപ്പിക്കുക. എന്ത്? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ ഇപ്പോൾ ധരിച്ച വസ്ത്രം ശരിയല്ല, അതല്ല ഇസ്ലാമിന്റെ വസ്ത്രധാരണ മര്യാദ. അതുകൊണ്ട് അവരുടെ ജിൽബാബ്, മൂട് വസ്ത്രം, അവരുടെ ശരീരം മറയുന്ന രൂപത്തിൽ താഴ്ത്തിയിടാൻ അവരോട് പറയണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മെസ്സേജാണ് കേട്ടോ. സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മൾ എന്തിനാ ഈ മിമ്പറിൽ, പരിശുദ്ധമായ മിമ്പറിൽ ഈ ഖുതുബ കേൾക്കണതിനാ? മാറ്റം വരണം. ആത്മാർത്ഥമായിട്ട് പറ. ഞാനാകുന്ന പിതാക്കള് നമ്മുടെ പെൺമക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? മോളെ, ആ ജിൽബാബ്, മൂട് വസ്ത്രം നിന്റെ ശരീരം മറക്ക്, നിന്റെ മാരണം മറക്ക്, കഴുക കണ്ണുകൾ കൊത്തി വലിക്കും നിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും വീട്ടിലെ സഹോദരികളോട്, പെൺമക്കളോട്, ഭാര്യയോട് പറയണം. വേറെ രസമുണ്ട്. ഈ യുക്തിവാദികള്, നവലിബറലിസം തലക്ക് പിടിച്ച യുക്തിയില്ലാത്ത ഭ്രാന്തന്മാർ പറയണം, ഇതൊക്കെ തീവ്രവാദമാണ്, കാടത്തമാണ്. നിങ്ങൾ കണ്ടില്ലേ? പറതയിട്ട് നടക്കുന്ന പെൺമക്കളുണ്ട്, പക്ഷെ തലയിൽ തട്ടമില്ല.
അവരെ കണ്ടിട്ട് ഈ യുക്തി ചിന്തയുള്ള ആളുകൾ പറയും, എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ പറയുകയാണ്, ഇങ്ങനെ ധരിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഇത് കാടത്തമാണ്, ഇത് തീവ്രവാദമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് അവരുടെ ഭാഷയാണ് കേട്ടോ, യുക്തിവാദിയുടെ ഭാഷ. അവന്റെ പേരൊക്കെ മുസ്ലിമാണ്, എന്നിട്ട് നാണമില്ലാതെ എക്സ് മുസ്ലിം എന്ന് പറയും. അവന്റെ ഭാഷയാണ്. ശരീരം മൂടുന്ന വസ്ത്രത്തിന് പോലും ഒരു സംഘടനയുടെ പേരുണ്ട്. അവന് കുത്തിവെക്കാൻ അവന്റെ തൂലികാചലനം എവിടെയാ? നിങ്ങൾ കണ്ടില്ലേ? ഒരു മക്കനയുടെ പേര് തന്നെ സലഫി മക്കന എന്നാണ്. ഇത് മുസ്ലിം വല്ല വേഷമല്ല, ഇത് താലിബാനിസമാണ്, തീവ്രവാദമാണ് എന്ന് പഠിപ്പിക്കണം. അല്ലാഹു ഖുർആൻ എന്താ പറഞ്ഞത്? അതാണ് അവർ അന്തസ്സുള്ളവരാണെന്ന് ബോധ്യപ്പെടാനുള്ള മാർഗം. അവരുടെ ഐഡന്റിറ്റിയാണ്, അവന്റെ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ അടിമകളല്ല, സ്വതന്ത്രരാണെന്ന് ഖുർആൻ അല്ലാഹു പറയാൻ. അത് ഉപയോഗിക്കുക എന്നതാണ് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും എന്ന് അല്ലാഹ്. അത് നമുക്കിപ്പോ വിശ്വാസമല്ല. അപ്പൊ നമ്മൾ യുക്തിവാദികൾ പറയും, എന്നിട്ടും പർദ്ദ ഇട്ടിട്ട് എന്തേ സ്ത്രീകൾ ഉപദ്രവിക്കാറില്ലേ? സ്ത്രീകൾ ഉപദ്രവിക്കാറില്ലേ? ബലാത്കാരം ചെയ്യാറില്ലേ? മുടുന്തം ന്യായങ്ങളും അല്ലാഹു പറയാണ്. അവർ ഉപയോഗിക്കുക എന്നതുകൊണ്ട് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഏ സമുദായമേ, നിങ്ങൾ അല്ലാഹു മാപ്പ് തരും, മാപ്പ് തരും നിങ്ങൾക്ക്. അല്ലാഹുവോട് ഖേദിച്ചു മടങ്ങാൻ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന പിതാക്കള്, ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കാത്ത പെണ്ണുങ്ങൾ, ഉമ്മമാര്, സഹോദരിമാര്, മക്കള് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ആലോചിക്കണം കേട്ടോ. അള്ളാന്റെ വാക്കാ. നമ്മുടെ പെമ്മക്കളോട് പറയണമിത്. അധ്യായം 24 സൂറത്തു നൂർ 31-ാമത്തെ വചനം നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. അവിടെയും അള്ളാഹ് എന്താ പറഞ്ഞത്? അവർ അവരുടെ മുഖമക്കന അവരുടെ മാറടത്തിന്മേൽ താഴ്ത്തിയിടാൻ പറയണം. ആ ആയത്ത് ഫുള്ളും വായിക്കുക. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ മാത്രമാണ് നാം കാണിക്കേണ്ടതെന്ന് സൂറത്ത് നൂറില് 31-ാമത്തെ വചനത്തിൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയാ, അവരുടെ മുഖമക്കൻ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തി ഇടട്ടെ. നമ്മുടെ പെൺമക്കളോ? അള്ളാഹ് പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണോട്ടോ, ശരിക്കല്ല. നമ്മുടെ പെൺമക്കളോട് അള്ളാഹ് എന്താ പറഞ്ഞത്? മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. നമ്മുടെ വീടുകളിൽ പെൺമക്കളോ? അതെന്തേത്? കെട്ടിയിട്ട് ബാക്കോട്ട് വലിച്ചിടും. അഹങ്കാരമല്ലേ ഇത്? അള്ളാഹുവിന്റെ ധിക്കാരമല്ലേ ഇത്? ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തോ മനസ്സിലുള്ളിൽ എനിക്ക് പോലും ആഴ്ന്നിറങ്ങണം, ആഴ്ന്നിറങ്ങണം. നമുക്കൊരു വിലയില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മെസ്സേജ് ആണ്, അള്ളാഹുവിന്റെ വർത്തമാനമാണ്. അള്ളാഹ് പറയാ, അവർ അവരുടെ മുഖമക്കൻ അവരുടെ മാറിടത്തിന്മേൽ താഴ്ത്തിയിടട്ടെ. നമ്മൾ പറയണം പിതാക്കള്. പക്ഷെ നമ്മുടെ പെമ്മക്കളോ? നമ്മുടെ പെമ്മക്കളോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെമ്മക്കളെ ചേർത്ത് വെക്കുക. അവരോടൊപ്പം സ്വർഗപൂങ്കാവനത്തിൽ പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകളാണ് ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗം 1,00,000 സഹാബാക്കൾ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ. അവിടെ ഒരു ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വനിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീൻ പൂർണ്ണമായി എന്ന് അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബാക്കൾ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ആ ആയത്തിനെ മനസ്സിലാക്കിയത്. എന്നാൽ ആ കൂട്ടത്തിലേറെ പ്രായം ചെന്ന ഒരു സഹാബി വര്യൻ നിന്ന് കരയാണ്. ഏത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നൊരു ആയത്തിറങ്ങിയപ്പോ എന്താണെന്നറിയോ? ആ വൃദ്ധനായ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കൂ. ആരാണ് ആ സഹാബി? ആരാണ് ആ സഹാബി? ഇസ്ലാം മതം പൂർണ്ണമായെങ്കിൽ അതിലെന്ത് കാരണത്തിലാണ് അദ്ദേഹം കരയുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്.
അദ്ദേഹം പറയാം, ഇസ്ലാം പൂർണ്ണമായെങ്കിൽ ഇനി ഇതൊരു തിരിച്ചുപോക്കാണ്. ആരുടെ തിരിച്ചുപോക്ക്? അള്ളാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുപോക്ക്. അദ്ദേഹം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിട്ട് യാത്ര തിരിക്കാനുള്ള സമയമായി എന്ന് ആർക്ക് മനസ്സിലായി? ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി. ഉമർ കരയും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപദേശങ്ങൾ സഹാബാക്കളെ കേൾപ്പിക്കാൻ അവസാനമായി കൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയ സഹാബാക്കളോട് പറയാം, ഈ ആയത്ത് കേട്ടാൽ, ഇപ്പൊ നമ്മൾ ആയത്ത് കേട്ടല്ലോ, ശരിക്കും മനസ്സിലാക്കാം കേട്ടോ. ഈ ആയത്ത് കേട്ടെങ്കിൽ ആ ആയത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ സാക്ഷിയുള്ള ആളുകൾ, ഇവിടെ ഹാജരായ ആളുകൾ, ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഹാബാക്കൾ യാത്ര തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ഈ മക്ക മുഴുവനും നോക്കിയാലും 2000-ൽ താഴെ സഹാബകളെ കബർ അവിടെ ഉള്ളൂ മക്കയിൽ. മദീനയിലെ ആണെങ്കിലോ 10,000. എന്നാൽ 1,00,000-ലധികം വരുന്ന സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ ആ ബാക്കി വരും സഹാബകളെ കബർ എവിടെയാ? ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലാണ്. ഈ ഒരു ആയത്ത് നിങ്ങൾ കേട്ടുവെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഇത് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എവിടേക്കാണ് തങ്ങളുടെ ഒട്ടകങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് യാത്ര തിരിക്കുകയാണ് സഹാബാക്കൾ. ഇത് ദഅവത്താണത്. മഹാനായ മുആദ് റളിയല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞേക്ക്, മുആദ്, അഹ്ലുൽ കിതാബിന്റെ അരികിലേക്കാണ് നീ പോകുന്നത്, അവിടെ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. റസൂലേ, വീട്ടിൽ ഭാര്യ ഒറ്റക്കാണ്, വീട്ടിൽ ചെറിയ മക്കളുണ്ട്, വീടിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, അതൊന്ന് പൂർത്തീകരിച്ചിട്ട് പോകാം എന്നല്ല മുആദ് റളിയല്ലാഹുവിന് പറഞ്ഞത്. ആ യമനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ പ്രയാസവും കൂടാതെ തന്റെ നാട് വിട്ട്, കുടുംബം വിട്ട്, കൂട്ടുകാരെ വിട്ട് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പ്രബോധനം എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാനായ സഹാബി വര്യൻ യമനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, മുആദ്, യമനിലെ ദഅവത്ത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ ഈ മുഹമ്മദിന്റെ ഖബറിന്റെ അരികിലൂടെയാണ് നീ വരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു, ഇല്ലാത്ത വൈകാരികമായ രംഗമല്ലേ? അത്രയും ഇഷ്ടമാണ് സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. റസൂലിന്റെ ചുണ്ടിൽ നിന്ന് ദീൻ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവർ. സഹാബാക്കൾക്ക് ഏറെ ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിനൊപ്പം ഇരിക്കലാണ്. ആ സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദ്, നീ ദഅവത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഈ ഭൂലോകത്ത് ഉണ്ടാകില്ല എന്ന്. എന്നിട്ടും മുആദ് റളിയല്ലാഹു അൻഹു ദഅവത്തിന് പോയി. എന്താണ് കരുതുക? അമാനത്താണ്. ഇത് വലിയൊരു അമാനത്ത തിരിച്ചറിവ്. അതുകൊണ്ടാണ് ആത്മാർത്ഥമായി ചിന്തിക്കാൻ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നമ്മൾ അറിഞ്ഞ സത്യം അതെന്താവട്ടെ, ഇന്ന് അറിഞ്ഞ നഗ്നമായ നമുക്ക് അറിയാവുന്ന സത്യം, ഇതൊക്കെയും ആയിരക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർക്ക് ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല. അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച വൈകിട്ട് മഗ്‌രിബിന് ശേഷം ഈ കാക്കനാട് പള്ളിയുമായി ബന്ധപ്പെട്ട്, ഈ അത്താണി പള്ളിയുമായി ബന്ധപ്പെട്ട് ഇടച്ചിറയിലെ തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം, ദഅവത്താണ്, പ്രബോധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി ദഅവ ഫണ്ടിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി സഹകരിക്കണം. നമ്മുടെ ഒരു മുസൽമാന്റെ ബാധ്യതയാണ് ഇത് എത്തിച്ചു കൊടുക്കല്. അതുകൊണ്ട് തന്നെ ഈ പള്ളി ദഅവ ഫണ്ടിലേക്ക്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ദഅവത്ത് നടക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി സഹകരിക്കണം. നിങ്ങൾ ആ സദക്ക കൊടുക്കൂലേ, അവ ബിസ്മില്ലാ എന്ന് പറയണോട്ടോ, അള്ളാഹുവിന്റെ നാമത്തിൽ. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം 1 രൂപയാവട്ടെ 10 രൂപ ആവട്ടെ എത്രയാവട്ടെ നമ്മുടെ നിയ്യത്തനുസരിച്ച് കൊടുക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ ദഅവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ പെൺമക്കളെ ചേർത്തു വെക്കാൻ
ആ പെമ്മക്കളോടൊപ്പം ഒരുമിച്ച് സ്വർഗത്തിൽ പോവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, പാവങ്ങളാണ് അള്ളാഹ്, നിഷ്കളങ്കരാണ് അള്ളാഹ് നമ്മുടെ പെമ്മക്കള്. അള്ളാഹുവെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ സ്വർഗ പൂങ്കാവനത്തിൽ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഒരുമിച്ച് പെമ്മക്കൾ ഉണ്ടാവാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. കാരണം നമ്മുടെയൊക്കെ ഒപ്പം 20, 22, 23 വർഷമാണ് നമ്മുടെ വീടുകളിലൊക്കെയും നമ്മുടെ പെമ്മക്കള് ചിത്രശലഭങ്ങളിലെ പോലെ പാറി നടക്കാൻ. അവർ വേറൊരു വീടുകളിലേക്ക് പോകാൻ അവിടെ ആ ഭർത്തൃഗൃഹത്തില് അള്ളാഹുവെ ഞങ്ങളുടെ പെമ്മക്കള് ഏറ്റവും നല്ല രൂപത്തിൽ ആ ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതൊക്കെ ശമിക്കാൻ കഴിവുള്ള പെമ്മക്കളായി അള്ളാഹുവേ ഞങ്ങളുടെ പെമ്മക്കളെ നീ മാറ്റണേ അള്ളാഹ്. അള്ളാഹുവേ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയാണ് പെമ്മക്കള്. അങ്ങനെയുള്ള പെൺമക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇസ്ലാമിക വേഷം ധരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന്റെ മുമ്പിലെല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാക്കി അവരെ മാറ്റണേ അള്ളാഹ്. നല്ല മക്കളാക്കി മാറ്റണേ അള്ളാഹ്. നമ്മുടെ പെമ്മക്കള് ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് വെച്ച് അവരെ സംതൃപ്തി കരസ്ഥമാക്കി നാളെ പരലോകത്ത് ഉന്നതമായ പദവി ലഭിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ പലരും. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ യഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وَأَذِلَّ الشِّرْكَ وَالْمُشْرِكِينَ اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين